ഗസയിൽ മരിച്ചു വീണ കുട്ടികളുടെ പേരുകൾ വായിക്കുമ്പോൾ അവരുടെ മുഖം തന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു എന്ന് യുനെസ്കോയുടെ ഭാഗമായി ഫലസ്തീൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ നേതൃത്വം നൽകിയ മലയാളി മോഹൻ ബി മേനോൻ പറഞ്ഞു. വിദ്യാഭ്യാസം കൊണ്ട് യുദ്ധത്തെ തോൽപ്പിക്കാം എന്ന നിശ്ചയദാർഢ്യം ഉള്ളവരാണവർ. ഗസയിലെ പ്രശ്നങ്ങൾ 2 വർഷം മുൻപ് തുടങ്ങിയതല്ല എന്നും 75 വർഷങ്ങളായി അവർ അനുഭവിക്കുന്നതാണെന്നും മോഹൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പലസ്തീൻ വിഷയം അല്ലെങ്കിൽ പലസ്തീനെ കുട്ടികൾ നേരിടുന്ന വിഷയം ലോകമെങ്ങും വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളത്തൊരു പരിപാടി നടന്നത്. ആ പരിപാടിയെ പറ്റിയൊക്കെ നമ്മളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അതിലുമപ്പുറം പലസ്തീനിൽ പോയി അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിച്ച, അവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ മുൻകൈ എടുത്തു നിന്ന ഒരു മലയാളിയാണ് നമ്മളോടിപ്പം ഇപ്പോൾ ചേരുന്നത്. അധ്യാപകനായ മോഹൻ ബി മേനോനാണ് നമുക്കൊപ്പം ചേരുന്നത്. സാർ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു പരിപാടി ഇവിടെ എറണാകുളത്ത് നടത്തപ്പെട്ടു, ഈ കുട്ടികളുടെ പേരുകളൊക്കെ വായിച്ചു. അപ്പോൾ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ താങ്കൾക്ക് തോന്നിയത് എന്താണ്? വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെയായിരുന്നു. കാരണം കുട്ടികളെ ഞാൻ അന്ന് 2008 മുതൽ 2011 വരെ ഞാൻ അമാനിലായിരുന്നു ബേസ്. പക്ഷേ ഗാസയിൽ പലപ്പോഴും പോവുകയും ഗാസയിലത്തെ സ്കൂളുകൾ സന്ദർശിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവരുടെ ക്ലാസ്സുകളിൽ പോവുക, പലപ്പോഴും അറബിക്ക് അറിയില്ലെങ്കിൽ പോലും അവരുമായിട്ടുള്ളൊരു ഇൻറ്ററാക്ട് ചെയ്ത് പോകുമ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്. അപ്പോൾ അന്ന് അവരുടെ പേരുകൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പറയാനും. പക്ഷേ ഇന്ന് ഞാൻ പേരുകൾ വായിച്ചപ്പോൾ അവരുടെ മുഖങ്ങളാണ് എൻ്റെ മുമ്പിലേക്ക് വന്നത്. പലരും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാനിവിടെ ഇപ്പോൾ ഇതിൽ ഒരു ഐക്യദാർഢ്യത്തിന് വേണ്ടി ഇതിൽ ജോയിൻ ചെയ്യാനും അവിടെ സംസാരിക്കാനും ഈ പേരുകൾ വായിക്കാനും ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. നമ്മൾ ഇന്ന് ഈ ഒരു 2 വർഷത്തെ ഈ ഒരു വാറിൻ്റെ ഇതിലുള്ള ഒരു ജീനോസൈഡിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യം, ഇത് 75 വർഷമായിട്ട് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് അത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അതിന് മുമ്പ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തും എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഇഷ്യൂ ശരിക്ക് ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം, പൊളിറ്റിക്കലായിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിട്ടേ ഇല്ല. ഗാസയിലുള്ള സ്കൂളുകളിൽ എനിക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാവുന്ന, കുട്ടികളെ പറ്റി പറയാവുന്നത്, മറ്റേ ആഫ്രിക്കയിലുള്ള കുട്ടികളിലൊക്കെ കുട്ടികളുടെ സ്റ്റാൻഡേർഡൊക്കെ വളരെ അത്ര ഇതുള്ളതല്ല. ഗാസയിൽ അങ്ങനെയല്ല. ഗാസ മാത്രമല്ല കേട്ടോ, പക്ഷെ മെയിൻലി ഗാസ, വെസ്റ്റ് ബാങ്ക് കുട്ടികൾ വളരെ കോൺഫിഡൻസും അവർക്ക് തന്നെ അറിയാമായിരുന്നു. കാരണം ഇതിൽ നിന്നൊരു മോചനം വരണം എന്നുണ്ടെങ്കിൽ അതിന് വിദ്യാഭ്യാസമാണ് മെയിനായിട്ട്. ഞങ്ങൾ പഠിച്ചു വലുതായിട്ട് വരണം. അപ്പോൾ ആ ഒരു ഇതിലൊരു മോട്ടിവേഷനിലാണ് എപ്പോഴും പോരുന്നത്. അവർക്ക് ഒരു ജെന്യുവിനായിട്ട് ഇതൊരു തീർക്കണം, ഈ ഒരു പ്രോബ്ലം തീർക്കണം എന്നുള്ള പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാൻ വിഷമമാണ്. കാരണം ഉണ്ടായിരുന്നിരിക്കില്ല ചിലപ്പോൾ. പക്ഷേ ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ള ഒരു ഉദ്ദേശം, അതിനുള്ള എല്ലാം ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. ആ ഒരു ഇതിലാണ് ഞങ്ങൾ പോയിരുന്നത്. പക്ഷേ സാറിന് ഇപ്പം ഈ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേര് വായിക്കുമ്പോൾ പലർക്കും അതൊരു പേരാണ്. പക്ഷേ സാറിനെ സംബന്ധിച്ചത് ഒരുപക്ഷെ താങ്കൾ പഠിപ്പിച്ച് തന്നെ കുട്ടികളുടെ പേര് കൂടിയായിരിക്കും. ഞാൻ നേരെ പഠിപ്പിച്ചിട്ടില്ല അവർ. കാരണം ഞാൻ എൻ്റെ അവിടുത്തെ അധ്യാപകനായിരുന്നില്ല. പക്ഷേ ഞാൻ അധ്യാപകൻ ആണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാനിതിൻ്റെ മുഴുവൻ മാനേജ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ കുട്ടികൾ, അറബിക്കാണ് എഡ്യൂക്കേഷൻ മീഡിയം. അപ്പോൾ എനിക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതല്ലാതെ. പക്ഷേ ഈ കുട്ടികൾ ക്ലാസ്സിൽ പോകും, അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. ബുദ്ധിമുട്ടായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ആണെങ്കിൽ പോലും അവരുമായിട്ട് സംസാരിക്കും. പിന്നെ അത് കൂടാതെ തന്നെ ധാരാളം പാലസ്തീൻ ഫാമിലീസിനെ എനിക്ക് അറിയാം. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ള ഒരു ഓർമ്മയിലാണ് ഞാൻ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇത് പ്രസൻറ്റ് ചെയ്തത്. എത്ര പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അപ്പോൾ ഇതിനൊരു തിരിച്ചുവരുണ്ടാവും, ഇതിന് വ്യത്യാസം ഉണ്ടാവും തന്നെ ഒരു ശുഭവിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് പോകണം. അതത്ര ഒരു കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റുമെന്നറിയില്ല. ഇപ്പോഴത്തെ ലോകത്തിലത്തെ ഒരു വ്യവസ്ഥ തന്നെ മാറിയിട്ടുണ്ടല്ലോ, കംപ്ലീറ്റ് ആയിട്ട് പൊളിറ്റിക്കൽ ഇത് മാറിയിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഏതായാലും നന്ദി ഈ താങ്കളുടെ അനുഭവങ്ങളെല്ലാം തന്നെ പങ്കുവെച്ചതിന്. ഈ കുട്ടികളെ കൊല്ലുക എന്നത് ഒരിക്കലും അംഗീകരിക്കപ്പെടാത്തൊരു കാര്യമാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, പലസ്തീനിലുണ്ടായിരുന്ന അനുഭവങ്ങളും മറ്റുമാണ് അദ്ദേഹം മീഡിയ വണ്ണിനോട് പങ്കുവെച്ചത്. രാഹുലിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ വൺ, കൊച്ചി.